ഗവൺമെൻറ് ITI മലമ്പുഴയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ റുബീന AS, ജൂനിയർ ഇൻസ്ട്രക്ടർ സർവേയർ. സെമസ്റ്റർ 2-ലെ മെത്തേഡ് ഓഫ് ട്രാവേഴ്സിങ്ങിൻ്റെ പാർട്ട് 3 ആണ് നമ്മൾ സ്ലൈഡിൽ ഡിസ്കസ് ചെയ്യുന്നത്. മെത്തേഡ് ഓഫ് ട്രാവേഴ്സിൻ്റെ പാർട്ട് 3 സ്ലൈഡിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ട്രാവേഴ്സ് ചെക്കിംഗ് ആണ്. ചെക്ക് ഓൺ ക്ലോസ്ഡ് ട്രാവേഴ്സ് ആൻഡ് ചെക്ക് ഓൺ ഓപ്പൺ ട്രാവേഴ്സ്, അതുപോലെ എറർ, സോഴ്സ് ഓഫ് എറർ ഇൻ തിയോളൈറ്റ് ട്രാവേഴ്സിങ്. സോ നമുക്ക് നോക്കാം. ട്രാവേഴ്സ് ചെക്കിംഗ് രണ്ട് തരത്തിലുള്ള ട്രാവേഴ്സ് ആണെന്നറിയാം. ഓപ്പൺ ട്രാവേഴ്സ്, അതുപോലെ ക്ലോസ്ഡ് ട്രാവേഴ്സ്. ഒരു ട്രാവേഴ്സ് പ്ലോട്ട് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ആംഗുലാർ മെഷർമെൻറ്റും ലീനിയർ മെഷർമെൻറ്റും എടുക്കുന്നറിയാം. അതിനെ ബേസ് ചെയ്ത് ചെക്ക് ഓൺ ക്ലോസ്ഡ് ട്രാവേഴ്സിൽ ചെക്ക് ഓൺ ആംഗുലാർ മെഷർമെൻറ്റും ഉണ്ട്, ചെക്ക് ഓൺ ലീനിയർ മെഷർമെൻറ്റും ഉണ്ട്. അതുപോലെ ട്രാവേഴ്സ് പ്ലോട്ട് ചെയ്യുന്നതിന് നമ്മൾ ഇൻക്ലൂഡഡ് ആംഗിൾ മെത്തേഡ്, ഡിഫ്ലക്ഷൻ ആംഗിൾ മെത്തേഡ്, അതുപോലെ മാഗ്നറ്റിക് ബിയറിംഗ് എടുത്ത് ഡയറക്റ്റ് ട്രാവേഴ്സ് പ്ലോട്ടിംഗ് ചെയ്യാറുണ്ട്. ആ മെത്തേഡിൻ്റെ അനുസരിച്ച് നമുക്ക് ഇൻക്ലൂഡഡ് ആംഗിൾ ചെക്ക് ചെയ്യുന്നതിന്, ഡിഫ്ലക്ഷൻ ആംഗിൾ മെത്തേഡ് ചെക്ക് ചെയ്യുന്നതിന്, ബിയറിംഗ് ചെക്ക് ചെയ്യുന്നതിനുള്ള 3 മെത്തേഡുകളും ആംഗുലർ മെഷർമെൻറ്റ് ചെക്കിലുണ്ട്. അതുപോലെ ചെക്ക് ഓൺ ലീനിയർ മെഷർമെൻറ്റ്. ചെക്ക് ഓൺ ഓപ്പൺ ട്രാവേഴ്സിൽ ഡയറക്റ്റ് ചെക്ക് ഓൺ ആംഗുലർ മെഷർമെൻറ്റ് ആൻഡ് ഡയറക്റ്റ് ചെക്ക് ഓൺ ലീനിയർ മെഷർമെൻ്റ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ചെക്ക് ഓൺ ക്ലോസ്ഡ് ട്രാവേഴ്സ്, അതിൻ്റെ ആംഗുലാർ മെഷർമെൻറ്റിൻ്റെ ചെക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഇൻക്ലൂഡഡ് ആംഗിൾ. ട്രാവേഴ്സ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇൻക്ലൂഡഡ് ആംഗിൾ കണ്ടുപിടിച്ചിട്ടാണെങ്കിൽ സം ഓഫ് ദി ഓൾ ഇൻക്ലൂഡഡ് ആംഗിൾ ഓർ ഇൻറ്റീരിയർ ആംഗിൾ ഇൻ എ ക്ലോസ്ഡ് ട്രാവേഴ്സ് ഈസ് കമ്പയറിംഗ് ടു ദി തിയററ്റിക്കൽ സം ഓഫ് given by the equation 2n-4 into 90 degree where n is the number of side. നമ്മൾ പ്ലോട്ട് ചെയ്തിരിക്കുന്ന ട്രാവേഴ്സിൻ്റെ ടോട്ടൽ ഇൻക്ലൂഡഡ് ആംഗിൾ കണ്ടുപിടിക്കുക. അത് തിയററ്റിക്കൽ സമ്മുമായി കമ്പയർ ചെയ്യുക. തിയററ്റിക്കൽ സം, ഒരു ട്രാവേഴ്സിൻ്റെ തിയററ്റിക്കൽ സം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 2n-4 into 90 degree ആണ്, where n is the number of side. If the error is within the permissible limit, it is adjusted. If the large complete work should be repeated. നമുക്ക് കണ്ടുപിടിച്ചിരിക്കുന്ന ഡിഫറൻസ്, ടോട്ടൽ ഇൻക്ലൂഡഡ് ആംഗിളിൻ്റെയും തിയററ്റിക്കൽ സമ്മിൻ്റെയും ഡിഫറൻസ് പെർമിസിബിൾ ലിമിറ്റിൻ്റെ അകത്താണെങ്കിൽ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാം ഏതെങ്കിലും മെത്തേഡ് ഉപയോഗിച്ച്. ഇഫ് ഇറ്റ് ഈസ് ടു ബി ലാർജ്, നമുക്ക് വളരെയധികം കൂടുതലാണെങ്കിൽ നമുക്ക് എൻറ്റയർ വർക്കും റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. ദെൻ ദി പെർമിസിബിൾ എറർ can be computed by the formula E is equal to K root N, where K is the least count of the instrument, N is the number of side. നമുക്ക് പെർമിസിബിൾ ക്ലോസിംഗ് എറർ കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷൻ E ഈക്വൽ ടു K റൂട്ട് N, വർ K എന്ന് പറഞ്ഞാൽ ഇൻസ്ട്രുമെൻറ്റ്, നമ്മൾ ഏത് ഇൻസ്ട്രുമെൻ്റാണോ യൂസ് ചെയ്യുന്നത് അതിൻ്റെ ലീസ്റ്റ് കൗണ്ടും, N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സൈഡുമായിരിക്കും. ഡിഫ്ലക്ഷൻ ആംഗിൾ. നമ്മൾ ക്ലോസ്ഡ് ട്രാവേഴ്സ് ഡിഫ്ലക്ഷൻ ആംഗിൾ പ്രകാരമാണ് എടുക്കുന്നത്. ഡിഫ്ലക്ഷൻ ആംഗിൾ മെത്തേഡ് പ്രകാരമാണ് ആംഗുലാർ മെഷർമെൻറ്റ് എടുക്കുന്നുണ്ടെങ്കിലുള്ള ചെക്കാണ്. ആദ്യം ഡിഫ്ലക്ഷൻ ആംഗിൾ എന്താണെന്ന് നോക്കാം. ഡിഫ്ലക്ഷൻ ആംഗിൾ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ പ്രീസീഡിംഗ് ലൈൻ ആൻഡ് ദ സക്സസീവ് ലൈൻ. അതായത് തൊട്ട് പിറകിലുള്ള ലൈനും തൊട്ട് മുമ്പിലുള്ള രണ്ട് സർവേ ലൈനുകളും, ആ രണ്ട് സർവേ ലൈനുകൾ തമ്മിലുള്ള ആംഗിളിനെയാണ് ഡിഫ്ലക്ഷൻ ആംഗിൾ എന്ന് പറയുക. ഡിഫ്ലക്ഷൻ ആംഗിളിൻ്റെ വാല്യൂ 0 to 180 ഡിഗ്രി വാരി ചെയ്തിരിക്കും. അതുപോലെ തന്നെ റൈറ്റ് ഡിഫ്ലക്ഷൻ ആംഗിളിനെ പോസിറ്റീവായും ലെഫ്റ്റ് ഡിഫ്ലക്ഷൻ ആംഗിളിനെ നെഗറ്റീവുമായാണ് ട്രീറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഡയറക്ഷൻ വരുന്നത് പ്രീസീഡിംഗ് ലെഗിൻ്റെയും ഫോർവേഡ് ലെഗിൻ്റെയും അലൈൻമെൻറ്റിനനുസരിച്ചിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഡിഫ്ലക്ഷൻ ആംഗിൾ നമ്മൾ ഓപ്പൺ ട്രാവേഴ്സിലാണ് മെയിനായി യൂസ് ചെയ്യുന്നത്. ദെൻ ഡിഫ്ലക്ഷൻ ആംഗിളിൻ്റെ ചെക്ക് എന്താണെന്ന് നോക്കാം. ദ ആൾജിബ്രിക് സം ഓഫ് ദി ഓൾ ഡിഫ്ലക്ഷൻ ആംഗിൾ ഷുഡ് ബി ഈക്വൽ ടു 360 ഡിഗ്രി. ആൾജിബ്രിക് സം ഓഫ് ദി ഡിഫ്ലക്ഷൻ ആംഗിൾ ഷുഡ് ബി ഈക്വൽ ടു 360 ഡിഗ്രി. ആൾജിബ്രിക് സം എന്ന് പറഞ്ഞാൽ നമ്മൾ സൈൻ കൺസിഡർ ചെയ്തിട്ടുള്ള ടോട്ടൽ ഡിഫ്ലക്ഷൻ ആംഗിളിൻ്റെ സമ്മാണ്. Here the right deflection angle treated as positive and left deflection angle treated as negative. നേരത്തെ പറഞ്ഞതാണ് റൈറ്റ് ഡിഫ്ലക്ഷൻ ആംഗിളിനെ പോസിറ്റീവായും ലെഫ്റ്റ് ഡിഫ്ലക്ഷൻ ആംഗിളിനെ നെഗറ്റീവായാണ് എടുക്കുന്നത്. ദിസ് റൂൾ ഈസ് അപ്ലൈ ടു ദി ലൂപ്പ് ട്രാവേഴ്സ് ഇഫ് ദി ട്രാവേഴ്സ് ഡസ് നോട്ട് ബി ക്രിസ് ക്രോസ് വൺ ഈച്ച് അതർ. അതായത് ഇതിന് മെയിനായിട്ട് ഈ ചെക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് ലൂപ്പ് ക്ലോസ്ഡ് ട്രാവേഴ്സിന് വേണ്ടിയിട്ട് മാത്രമാണ്. ട്രാവേഴ്സിൻ്റെ ഡയറക്ഷൻ മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മൾ ഓരോ ലൈനിൻ്റെയും മാഗ്നറ്റിക് ബിയറിംഗ് ആണ് എടുക്കുന്നതെങ്കിൽ ഉള്ള ചെക്കാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇഫ് ദ ട്രാവേഴ്സ് ഈസ് റൺ ബൈ ബിയറിംഗ്, ദ ബിയറിംഗ് ഓഫ് എ ഇനീഷ്യൽ ലൈൻ ഈസ് ഡിറ്റർമൈൻഡ് ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദി ലൂപ്പ്, ദെൻ കമ്പയറിംഗ് വിത്ത് ദി ഇനീഷ്യൽ ബിയറിംഗ് ടേക്കൺ അറ്റ് ദി സ്റ്റാർട്ടിംഗ് ഓഫ് ദി ട്രാവേഴ്സ്. നമുക്കറിയാം ABCDEA എന്നുള്ള ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ട്രാവേഴ്സ് ആണെങ്കിൽ A എന്ന സ്റ്റേഷൻ പോയിന്റിൽ നിന്ന് AB എന്ന ലൈനിൻ്റെ മാഗ്നറ്റിക് ബിയറിംഗ്, അതായത് 4 ബിയറിംഗ്,
അതുപോലെ തന്നെ EA എന്ന ലൈനിൻ്റെ ബാക്ക് ബിയറിങ്ങും എടുക്കും. ഓരോ സ്റ്റേഷനിലും അതിൻ്റെ തൊട്ട് പിന്നിലുള്ള സ്റ്റേഷൻ്റെ ബാക്ക് ബിയറിങ്ങും തൊട്ട് മുമ്പിലുള്ള സ്റ്റേഷൻ്റെ ഫോർ ബിയറിങ്ങും എടുക്കും. അങ്ങനെയാണ് നമ്മൾ ആ എൻ്റയർ ക്ലോസ്ഡ് ട്രാവേഴ്സ് റൺ ചെയ്യുന്നത്, ഡയറക്ഷൻ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ലാസ്റ്റ് സ്റ്റേഷൻ ഒരു ചെക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 തരത്തിലുള്ള ചെക്കാണുള്ളത്. ഫസ്റ്റ് ചെക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് പോയിന്റിൽ മാഗ്നറ്റിക് ബിയറിംഗ് എടുത്തതിന് ശേഷം വീണ്ടും A എന്ന പോയിന്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. വീണ്ടും നമ്മൾ ഫസ്റ്റ് ലൈനായ ABയുടെ മാഗ്നറ്റിക് ബിയറിംഗ് എടുക്കുക. അപ്പോൾ AB എന്ന മാഗ്നറ്റിക് ബിയറിംഗ് 2 തവണ എടുക്കുക. ഇനീഷ്യൽ സ്റ്റേജിലും എടുക്കുക. അതുപോലെ തന്നെ ടോട്ടൽ ട്രാവേഴ്സ് റൺ ചെയ്തതിന് ശേഷം ഇയിൽ നിന്ന് ലാസ്റ്റ് പോയിന്റ് ഇയിൽ നിന്ന് Aയിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് ഒന്നുകൂടി എടുക്കുക. അല്ലെങ്കിൽ മറ്റൊരു മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾട്ടർനേറ്റീവ്ലി ദ ഫോർ ബിയറിംഗ് ഓഫ് ദി ലാസ്റ്റ് ലൈൻ മെഷേർഡ് അറ്റ് ദി ലാസ്റ്റ് സ്റ്റേഷൻ കമ്പയറിംഗ് വിത്ത് ദി ബാക്ക് ബിയറിംഗ് മെഷേർഡ് അറ്റ് ദി ഫസ്റ്റ് സ്റ്റേഷൻ. ഞാൻ പറഞ്ഞു ഓരോ സ്റ്റേഷനിലും നമ്മൾ ഫസ്റ്റ് ലൈനിൻ്റെ, അതായത് സക്സീഡിങ് ആയിട്ടുള്ള ലൈനിൻ്റെ ഫോർ ബിയറിംഗ് തൊട്ട് ബാക്കിലുള്ള ലൈനിൻ്റെ പ്രിസീഡിങ് ലൈനിൻ്റെ ബാക്ക് ബിയറിംഗുമാണ് എടുക്കുക. ആ ബാക്ക് ബിയറിംഗ് ഒരു പോയിൻറ്റിൻ്റെ തന്നെ ബാക്ക് ബിയറിങ്ങും ഫോർ ബിയറിങ്ങും നമ്മൾ ഡിഫറെൻറ്റ് പോയിന്റിൽ വെച്ചാണ് മെഷർ ചെയ്യുന്നത്. സോ അത് തമ്മിലുള്ള കമ്പയറിംഗ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഷുഡ് ബി ഡിഫർ എക്സാക്ട്ലി 180 ഡിഗ്രി ആണെന്നറിയാം. ആ ചെക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ബിയറിങ്ങിൻ്റെ മെഷർമെൻറ്റ് കറക്റ്റാണോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ചെക്ക് ഓൺ ലീനിയർ മെഷർമെൻറ്റ്. നമ്മൾ ക്ലോസ്ഡ് ട്രാവേഴ്സിൻ്റെ ലീനിയർ മെഷർമെൻറ്റ് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. മെഷറിംഗ് ഈച്ച് ട്രാവേഴ്സ് ലൈൻ എ സെക്കൻഡ് ടൈം, പ്രിഫറബിളി റിവേഴ്സ് ഡയറക്ഷൻ ഓൺ ദി ഡിഫറെൻറ്റ് ഡേറ്റ്സ് ആൻഡ് ഡിഫറെൻറ്റ് പാർട്ടീസ്. അതായത് ഓരോ ട്രാവേഴ്സ് ലെഗും നമ്മൾ ഒന്നുകൂടി മെഷർ ചെയ്യുക, പ്രിഫറബിളി ഇൻ റിവേഴ്സ് ഡയറക്ഷൻ. AB എന്ന ഡയറക്ഷനിലാണ് നമ്മൾ ഓൾറെഡി ഫസ്റ്റ് മെഷർ ചെയ്തതെങ്കിൽ പിന്നെ BA എന്നുള്ള റിവേഴ്സ് ഡയറക്ഷനിൽ മെഷർ ചെയ്യുക. അതുപോലെ ഡിഫറെൻറ്റ് ഡേറ്റിന് ഡിഫറെൻറ്റ് പാർട്ടീസ് ഉപയോഗിച്ച് നമ്മൾ മെഷർ ചെയ്തെടുക്കുക. അത്ര മാത്രമേ ലീനിയർ മെഷർമെൻറ്റിൽ ചെക്കായിട്ടുള്ളൂ. ഇനി ക്ലോസ്ഡ് ട്രാവേഴ്സ് പ്ലോട്ട് ചെയ്തിരിക്കുമ്പോൾ ഒരു ലീനിയർ മെഷർമെൻറ്റ് ചെക്കാണ്. ഇനി ക്ലോസ്ഡ് ട്രാവേഴ്സ് ഓൾജിബ്രിക് സം ഓഫ് ദി ഓൾ ലാറ്റിറ്റ്യൂഡ് ആസ് വെൽ ആസ് ഡിപ്പാർച്ചർ ഈക്വൽ ടു 0. ലാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊരു സർവേ ലൈനിനെയും നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ പ്രൊജക്റ്റ് ചെയ്താൽ കിട്ടുന്ന ലീനിയർ മെഷർമെൻറ്റിനെയാണ് ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുക. അതുപോലെ തന്നെ ഏതൊരു സർവേ ലൈനിൻ്റെയും ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിലുള്ള പ്രൊജക്റ്റിനെയാണ് നമ്മൾ ഡിപ്പാർച്ചർ എന്ന് പറയുക. ഈ ലാറ്റിറ്റ്യൂഡ്, ഡിപ്പാർച്ചർ, നോർത്തിങ്, സൗത്തിങ് ഇതിനെക്കുറിച്ച് വിശദമായി നമ്മൾ ട്രാവേഴ്സ് കമ്പ്യൂട്ടേഷനിൽ നെക്സ്റ്റ് സ്ലൈഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ഇവിടെ ജസ്റ്റ് എന്താണ് ക്ലോസ്ഡ് ട്രാവേഴ്സിൻ്റെ ചെക്ക് എന്ന് മാത്രം നോക്കിയാൽ മതി. In closed traverse, algebraic sum of the all latitude as well as the departure equal to 0. That is sum of the northing equal to sum of the southing and sum of the easting equal to sum of the westing. നമുക്ക് ഇതിനൊരു വിശദമായ നെക്സ്റ്റ് സ്ലൈഡിൽ ട്രാവേഴ്സ് കമ്പ്യൂട്ടേഷൻ എന്ന സ്ലൈഡിൽ ഡിസ്കസ് ചെയ്യാം. Check on open traverse angular measurement. No direct check of angular measurement is available. However, some indirect check can be applied. Checking bearing of a cutoff line is one of the indirect checking method and it is a field checking method. Cutoff line are line which are intervisible in a framework of a traverse. നമ്മൾ ഡയറക്റ്റായിട്ട് ഒരു ആംഗുലാർ മെഷർമെൻറ്റിനുള്ള ചെക്കൊന്നും ഓപ്പൺ ട്രാവേഴ്സിനില്ല. പക്ഷേ ഇൻഡയറക്റ്റായി നമ്മൾ അതിൻ്റെ അക്യുറസി ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി ഒരു കട്ട് ഓഫ് ലൈന് കണ്ടുപിടിക്കുക. കട്ട് ഓഫ് ലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഇൻ്റർവിസിബിൾ ആയിട്ടുള്ള 2 പോയിന്റുകൾ തമ്മിലുള്ള ലൈനിനെയാണ് കട്ട് ഓഫ് ലൈൻ എന്ന് പറയുക. ഇപ്പോൾ ബിയറിംഗ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ആ ലൈനിൻ്റെ ABBCCD അതിൻ്റെ ബിയറിംഗ് എടുക്കുന്നതോടുകൂടി EA എന്ന ലൈനിൻ്റെ റിവേഴ്സ് ബിയറിങ്ങും AE എന്ന ലൈനിൻ്റെ ബിയറിംഗ് കൂടി എടുക്കുക. ദെൻ അതിൻ്റെ ഡിഫർ 180 ഡിഗ്രി ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഇതാണ് ഒരു ഫീൽഡ് ചെക്കിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. ഒരു കട്ട് ഓഫ് ലൈനോ ഇൻ്റർവിസിബിൾ ആയിരിക്കുന്ന ഫ്രെയിംവർക്കിലെ ഏതെങ്കിലും 2 പോയിന്റുകൾ തമ്മിലുള്ള കട്ട് ഓഫ് ലൈൻ, ആ ലൈനുകൾ ജോയിൻ ചെയ്ത് അതിൻ്റെ ബിയറിംഗ് എടുക്കുകയോ അതിൻ്റെ ആംഗിൾ മെഷർ ചെയ്യുകയോ ചെയ്യുക. ഇതാണ് ഒരു ചെക്കിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. In the figure, line AE is known as cutoff line. Forebearing of a line AE observed from A and its back bearing is observed from E. AE എന്ന ഡോട്ടഡ് ലൈനാണ് ഫിഗർ പ്രകാരം കട്ട് ഓഫ് ലൈൻ. AE എന്ന ലൈനിൻ്റെ ഫോർ ബിയറിംഗ് Aയിൽ നിന്നും ബാക്ക് ബിയറിംഗ് Eയിൽ നിന്നും ഒബ്സർവ് ചെയ്യുക. If the bearing is differ by 180 degree, the work up to E is correct. ഈ AE എന്ന ലൈനിൻ്റെ ഫോർ ബിയറിങ്ങും ബാക്ക് ബിയറിങ്ങും എക്സാക്ട്ലി ഡിഫറൻസ് 180 ഡിഗ്രി ആണെങ്കിൽ ഈ വരെയുള്ള വർക്ക് നമുക്ക് കറക്റ്റാണെന്ന് മനസ്സിലാക്കാം. If the error is within the permissible limit, it is adjusted and if it is large, complete work should be repeated. ഈ ഡിഫറൻസ് പെർമിസിബിൾ ലിമിറ്റിൻ്റെ അകത്താണെങ്കിൽ നമുക്ക് അതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പെർമിസിബിൾ ലിമിറ്റിനെക്കാട്ട് കൂടുതൽ എറർ വന്നിട്ടുണ്ടെങ്കിൽ എൻ്റയർ വർക്ക് നമുക്ക് റിപ്പീറ്റ് ചെയ്യേണ്ടതായി വരും. Another way of checking the work in the open traverse is to check the work at the time of plotting. Take the bearing and angle to the
any prominent object or the object from as many stations as possible at the time of plotting. The line of sight to prominent object or the point should passing through the same point as in the figure. നമ്മൾ മറ്റൊരു മെത്തേഡിലുള്ള ചെക്കിംഗ് എന്ന് പറഞ്ഞാൽ പ്ലോട്ട് ചെയ്യുമ്പോഴുള്ള ചെക്കിംഗ് ആണ്. ആ ചെക്കിംഗ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര സ്റ്റേഷനിൽ നിന്ന് നമുക്ക് ഒരു പ്രൊമിനൻ്റ് ആയുള്ള ഒരു ഒബ്ജക്റ്റിനെ സൈറ്റ് ചെയ്യാൻ പറ്റുമോ അത്രയും ഒബ്ജക്റ്റിൽ നിന്ന് ഒരു കോമൺ പോയിന്റിലേക്കുള്ള ആംഗുലാർ മെഷർമെൻറ്റോ ബിയറിങ്ങോ നമ്മൾ എടുക്കാം. അതിനുശേഷം പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ആംഗുലാർ മെഷർമെൻറ്റ് ഉപയോഗിച്ച് എല്ലാ സ്റ്റേഷനിൽ നിന്നും പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് എല്ലാം കൂടി സിംഗിളായിട്ടുള്ള ഒരു പോയിന്റ് തന്നെ നമ്മൾ കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ ആ ഒരു എൻറ്റയർ വർക്ക് കറക്റ്റാണെന്ന് മനസ്സിലാക്കാം. ഇതൊരു മറ്റൊരു വേയിലുള്ള പ്ലോട്ടിംഗ് ചെയ്യുമ്പോഴുള്ള കറക്ഷൻ നോക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണ്. നെക്സ്റ്റ് ടോപ്പിക്, സോഴ്സസ് ഓഫ് എറർ ഇൻ ദി തിയോഡലൈറ്റ് ട്രാവേഴ്സിംഗ്. These may be classified into 3 groups: instrumental error, observational error and natural error. നമ്മൾ തിയോഡലൈറ്റിൽ ട്രാവേഴ്സ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന തെറ്റുകളെ 3ആയി ഗ്രൂപ്പ് ചെയ്യാം. ഫസ്റ്റ്, ഇൻസ്ട്രുമെൻ്റൽ എറർ. നമ്മൾ ഉപയോഗിക്കുന്ന തിയോഡലൈറ്റിന് എന്തെങ്കിലും ഇൻസ്ട്രുമെൻ്റലായി എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ അതിനെയാണ് ഇൻസ്ട്രുമെൻ്റൽ എറർ എന്ന് പറയുന്നത്. നമുക്കറിയാം തിയോഡലൈറ്റിൽ ഫണ്ടമെൻ്റലായിട്ടുള്ള നമ്പർ ഓഫ് ലൈൻസ് ഉണ്ട്. ലൈൻ ഓഫ് കോളിമേഷൻ, ആക്സിസ് ഓഫ് ടെലിസ്കോപ്പ്, വെർട്ടിക്കൽ ആക്സിസ്, ഹൊറിസോണ്ടൽ ആക്സിസ്. ഇതിൽ ഏതെങ്കിലും ഒരു ആക്സിസിന് ഉള്ള ഫണ്ടമെൻ്റൽ റിലേഷൻഷിപ്പിനുണ്ടാകുന്ന ഡിഫറൻസ് മൂലമുണ്ടാകുന്ന എററുകളെയാണ് നമ്മൾ ഇൻസ്ട്രുമെൻ്റൽ എററിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഒബ്സർവേഷണൽ എറർ, ഒബ്സർവർ ഉണ്ടാക്കുന്ന എററിനെയാണ് നമ്മൾ ഒബ്സർവേഷണൽ എറർ എന്ന് പറയുന്നത്. ദെൻ നാച്ചുറൽ എറർ, നാച്ചുറൽ എഫക്റ്റ്, നാച്ചുറലായിട്ടുള്ള ഫോഴ്സസ്, അത് വിൻഡ്, അങ്ങനെയുള്ള റിഫ്രാക്ഷൻ, ഇതുപോലുള്ള എഫക്റ്റ് ചെയ്യുന്നതിനെയാണ് നാച്ചുറൽ എറർ എന്ന് പറയുന്നത്. ഇൻസ്ട്രുമെൻ്റൽ എറർ, ഫസ്റ്റ് എററാണ് നോൺ അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് പ്ലേറ്റ് ബബിൾ. അതായത് പ്ലേറ്റ് ലെവൽ ആക്സിസ് നോട്ട് ബീയിങ് പെർപെൻഡിക്കുലർ ടു ദി ഫണ്ടമെൻ്റൽ ആക്സിസ്. If the fundamental relationship is out of order, the actual measurement we are observing is in vertical plane instead of horizontal plane. It is seriously affecting the vertical angle measurement and in the calculation of elevation. നമ്മൾ പെർമനൻറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് തിയോഡലൈറ്റിൽ പഠിച്ചതാണ് ഫണ്ടമെൻ്റൽ ലൈനുകളെയും അതിൻ്റെ റിലേഷൻഷിപ്പിനെ കുറിച്ചും. അതിലെ ഒരു ഫണ്ടമെൻ്റൽ റിലേഷൻഷിപ്പാണ് പ്ലേറ്റ് ലെവൽ ആക്സിസ് ഷുഡ് ബി പെർപെൻഡിക്കുലർ ടു ദി വെർട്ടിക്കൽ ആക്സിസ് എന്നുള്ളത്. അതായത് പ്ലേറ്റ് ലെവൽ ആക്സിസും വെർട്ടിക്കൽ ആക്സിസും പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആയിരിക്കണം. ഈ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വെർട്ടിക്കൽ പ്ലെയിനിലെടുക്കുന്ന എല്ലാ ആംഗിളുകളും, അതായത് വെർട്ടിക്കൽ ആംഗിൾ മെഷർമെൻറ്റിന് തെറ്റ് സംഭവിക്കാം. അത് പിന്നീട് ആംഗിൾ ഓഫ് എലിവേഷൻ കാണുന്നതിലുള്ളത് എലിവേഷൻ കാണുമ്പോൾ തെറ്റ് സംഭവിക്കുന്നതിന് കാരണമാകും. ഇത് എലിമിനേറ്റ് ചെയ്യുന്ന മെത്തേഡാണ് എലിമിനേഷൻ കറക്റ്റ് ബൈ ദി പെർമനൻറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്. നമ്മൾ പെർമനൻറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് കറക്ഷൻ പഠിച്ചിരുന്നതാണ്. അധികം ഇവിടെ ബ്രീഫായി മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. പെർമനൻ്റായിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ പണ്ടുള്ള സ്ലൈഡുകളിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്യുക. The horizontal axis is not being perpendicular to the vertical axis. Horizontal axisum vertical axisum perpendicular ആയിട്ടില്ല എങ്കിൽ horizontal and vertical angle will be error if this relation is out of order. ഈ റിലേഷൻ കറക്റ്റ് ആയിട്ടില്ല എങ്കിൽ horizontal angle മെഷർ ചെയ്യുമ്പോഴും vertical angle മെഷർ ചെയ്യുമ്പോഴും രണ്ട് ആംഗിളിലും എറർ ഉണ്ടാവാം. അത് എലിമിനേറ്റ് ചെയ്യുന്ന മെത്തേഡ് ടേക്കിംഗ് ആവറേജ് ഓഫ് ദി ഒബ്സർവേഷൻ ഓഫ് ഫേസ് ലെഫ്റ്റ് ആൻഡ് ഫേസ് റൈറ്റ്. ഫേസ് റൈറ്റ് ഒബ്സർവേഷനും ഫേസ് ലെഫ്റ്റ് ഒബ്സർവേഷനും എടുക്കുക, അതിൻ്റെ ആവറേജ് എടുക്കുക. ഇതാണ് അതിനെ എലിമിനേറ്റ് ചെയ്യാനുള്ള മെത്തേഡ്. ദെൻ തേർഡ്, ലൈൻ ഓഫ് കൊളിമേഷൻ ഈസ് നോട്ട് ബീയിങ് പെർപെൻഡിക്കുലർ ടു ദി ഹൊറിസോണ്ടൽ ആക്സിസ്. ഹൊറിസോണ്ടൽ ആക്സിസും ലൈൻ ഓഫ് കൊളിമേഷനും പെർപെൻഡിക്കുലർ ആകാതിരിക്കുക. ലൈൻ ഓഫ് കൊളിമേഷൻ വുഡ് നോട്ട് ബി റിവോൾവ് ഇൻ എ വെർട്ടിക്കൽ പ്ലെയിൻ വെൻ ദ ടെലിസ്കോപ്പ് ഈസ് റൈസ്ഡ് ഓർ ലോവേർഡ് ഇൻ ദി കൊളിമേഷൻ എറർ ഈസ് നോട്ട് ബീയിങ് പെർപെൻഡിക്കുലർ ടു ദി ഹൊറിസോണ്ടൽ ആക്സിസ്. ഹൊറിസോണ്ടൽ ആക്സിസും ലൈൻ ഓഫ് കൊളിമേഷനും പെർപെൻഡിക്കുലർ ആയിട്ടില്ല എങ്കിൽ നമ്മൾ ടെലിസ്കോപ്പ് ഉയർത്തുമ്പോഴും താഴ്ത്തുമ്പോഴും ആ റൊട്ടേറ്റ് ചെയ്യുന്ന പ്ലെയിൻ വെർട്ടിക്കൽ പ്ലെയിൻ ആവാതിരിക്കുക, ഒരു സെർട്ടൻ ആംഗിൾ ഡിഫറൻസ് ഉണ്ടാവാം. ഈ തെറ്റ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാനുള്ള മെത്തേഡ് ടേക്കിംഗ് ദി ആവറേജ് ഒബ്സർവേഷൻ ഓഫ് ഫേസ് ലെഫ്റ്റ് ആൻഡ് ഫേസ് റൈറ്റ് ഒബ്സർവേഷൻ. നേരത്തെ പറഞ്ഞ അതേ എലിമിനേഷൻ മെത്തേഡാണ്. ഫേസ് റൈറ്റ് ഒബ്സർവേഷനും ഫേസ് ലെഫ്റ്റ് ഒബ്സർവേഷനും എടുത്ത് അതിൻ്റെ ആവറേജ് മെഷർമെൻറ്റ് എടുക്കുക. നെക്സ്റ്റ്, എക്സെൻട്രിസിറ്റി ഓഫ് ഇന്നർ ആൻഡ് ഔട്ടർ ആക്സിസ്.
Vertical axis of the inner spindle and outer spindle should be coincide, otherwise error will be occur. നമുക്കറിയാം രണ്ട് പ്ലേറ്റുകളാണുള്ളത്, ഹൊറിസോണ്ടൽ പ്ലേറ്റ്, അപ്പർ പ്ലേറ്റും ലോവർ പ്ലേറ്റും. ഈ രണ്ട് പ്ലേറ്റിൻ്റെ ഔട്ടർ സ്പിന്നിലും ഇന്നർ സ്പിന്നിലുള്ള ആക്സിസ് രണ്ടും കോയിൻസൈഡ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് തെറ്റ് സംഭവിക്കും. ഇത് എലിമിനേറ്റ് ചെയ്യാനുള്ള മെത്തേഡ് റീഡിംഗ് ബോത്ത് വേർണിയേഴ്സ് ആൻഡ് ടേക്കിംഗ് ദ മീൻ ഓഫ് ദി ബോത്ത് വേർണിയേഴ്സ് റീഡിംഗ്. രണ്ട് വെർണിയർ എയും ബിയും മെഷർ ചെയ്യുക, അതിനുശേഷം അതിൻ്റെ ആവറേജ് എടുക്കുക. നെക്സ്റ്റ്, എക്സെൻട്രിസിറ്റി ഓഫ് വെർണിയർ. വെർണിയറിലുണ്ടാകുന്ന എക്സെൻട്രിസിറ്റി. ഇഫ് ദി വെർണിയർ ആർ നോട്ട് എക്സാക്ട്ലി ഡയമെട്രിക്കലി ഓപ്പോസിറ്റ്, ദാറ്റ് ഈസ് 180 ഈച്ച് അതർ, the two vernier reading will not differ by 180 degree. However, since the difference is constant, both the vernier reading should be giving the same angle. Hence, there is no effect on observation. നമുക്ക് വെർണിയർ എക്സാക്ട്ലി എയും ബിയും രണ്ടും ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ആകണം. അതുകൊണ്ടാണ് ഒരു റീഡിംഗ്, എയിലെ റീഡിങ്ങിന് 180 ഡിഗ്രി ഡിഫർ ആയിരിക്കും ബീൻ്റെ റീഡിംഗ്. അതായത് ബിയുടെ റീഡിങ്ങിന് 180 ഡിഗ്രി മൈനസ് ചെയ്ത എയുടെ റീഡിംഗ് കിട്ടും. അത് ചെയ്യുന്നത് രണ്ട് വെർണിയറും എയും ബിയും എക്സാക്ട്ലി ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ആയതുകൊണ്ടാണ്. ഇങ്ങനെ ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് അല്ലെങ്കിൽ ഒരു കോൺസ്റ്റൻ്റ് ആയ രണ്ടും വ്യത്യാസമുണ്ട്. കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ആംഗുലർ ഡിഫറൻസ് എയും ബിയും തമ്മിലുണ്ടാവും. പക്ഷേ ഇത് സീരിയസ് ആയിട്ട് എഫക്റ്റ് ചെയ്യില്ല, കാരണം ഇത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഏതൊരു ആംഗിൾ മെഷർമെൻറ്റ് ചെയ്യുമ്പോഴും രണ്ട് വാല്യൂ ഡിഫർ ചെയ്യുന്നത് എക്സാക്ട്ലി കോൺസ്റ്റൻറ്റ് വാല്യൂ ആയതുകൊണ്ട് ഒബ്സർവേഷനെ സാരമായി ഇത് ബാധിക്കില്ല. Next point, graduation not being uniform. If graduation on the horizontal circle are not uniformly spaced, or if the scale is not properly centered, horizontal angle is not being correct, error is greatest when the observation are taken on the different vertical angle and different length. നമ്മുടെ ഹൊറിസോണ്ടൽ ആംഗിളിൻ്റെ ഗ്രാജുവേഷൻ യൂണിഫോമായി സ്പേസ് ചെയ്തില്ല എങ്കിലും സ്കെയിൽ പ്രോപ്പറായി സെൻറ്റർ ചെയ്തില്ല എങ്കിലും ഉണ്ടാകുന്ന എറർ ഹൊറിസോണ്ടൽ ആംഗിളിനെ തെറ്റ് ഉണ്ടാക്കാൻ കാരണമാക്കാം. ഈ എററിനെയാണ് ഗ്രാജുവേഷൻ എറർ ഈസ് നോട്ട് ബീയിങ് യൂണിഫോം എന്ന് പറയുന്നത്. ഇത് എലിമിനേറ്റ് ചെയ്യുന്നതിനുള്ള മെത്തേഡ് ടേക്കിംഗ് ദ ഒബ്സർവേഷൻ അറ്റ് ഡിഫറെൻറ്റ് പോർഷൻ ഓഫ് ദി ഹൊറിസോണ്ടൽ സ്കെയിൽ ആൻഡ് ഫൈൻഡ് ഇറ്റ്സ് മീൻ. നമ്മൾ ഹൊറിസോണ്ടൽ സർക്കിളിൻ്റെ ഡിഫറെൻറ്റ് പോർഷൻ ഉപയോഗിച്ച് സെയിം ഒബ്സർവേഷൻ എടുക്കും, അതിനുശേഷം അതിൻ്റെ മീൻ കണ്ടുപിടിക്കും. അല്ലെങ്കിൽ ബൈ റിപ്പീറ്റേഷൻ മെത്തേഡ്, നമുക്ക് ആംഗിൾ റിപ്പീറ്റേഷൻ മെത്തേഡ് ചെയ്യാനറിയാം. ഒന്നിൽ കൂടുതൽ തവണ 3-6 ടൈംസ് നമ്മൾ ഒരേ ആംഗിൾ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് മെഷർ ചെയ്യുന്നതാണ് റിപ്പീറ്റേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. റിപ്പീറ്റേഷൻ മെത്തേഡ് എടുക്കുമ്പോഴും ഹൊറിസോണ്ടൽ ആംഗിളിൻ്റെ ഡിഫറെൻറ്റ് പോർഷൻ കൊണ്ട് നമ്മൾ റീഡിംഗ് എടുക്കും. ഈ മെത്തേഡ് ഉപയോഗിച്ച് ഗ്രാജുവേഷൻ എറർ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. Imperfect vertical circle vernier. When the line of sight is not horizontal, vertical circle vernier will not show zero reading and will make the vertical angle error. ലൈൻ ഓഫ് സൈറ്റ് ഹൊറിസോണ്ടൽ അല്ല എങ്കിൽ വെർട്ടിക്കൽ സർക്കിൾ വെർണിയറായ സിയും ഡിയും സീറോ റീഡിംഗ് കാണിക്കില്ല. അത് വെർട്ടിക്കൽ ആംഗിൾ എടുക്കുമ്പോൾ എറർ സംഭവിക്കുന്നതിന് കാരണമാകുന്നു. എലിമിനേഷൻ. റീഡിംഗ് ആർ ടേക്കൺ ഓൺ ദി ബോത്ത് ഫേസസ്. ഫേസ് ലെഫ്റ്റ് ഒബ്സർവേഷനും ഫേസ് റൈറ്റ് ഒബ്സർവേഷനും എടുത്ത് മീൻ കണ്ടുപിടിക്കുക എന്നതാണ് എലിമിനേഷൻ മെത്തേഡ്. നെക്സ്റ്റ്, ലൈൻ ഓഫ് കൊളിമേഷൻ ആൻഡ് ദ ആക്സിസ് ഓഫ് ടെലിസ്കോപ്പ് ലെവൽ ഈസ് നോട്ട് ബീയിങ് പാരലൽ ടു ഈച്ച് അതർ. ഇത് മറ്റൊരു ഇൻസ്ട്രുമെൻ്റൽ എറർ ആണ്. സെക്കൻഡ് പോയിന്റ്, ഒബ്സർവേഷണൽ ഓർ പേഴ്സണൽ എറർ. ഒരു ഒബ്സർവർ കെയർലെസ്നെസ് കൊണ്ടുണ്ടാക്കുന്ന എററിനെയാണ് ഒബ്സർവേഷണൽ ഓർ പേഴ്സണൽ എറർ എന്ന് പറയുന്നത്. ഇതിൽ ഫസ്റ്റാണ് ഇന്നാക്കുറേറ്റ് സെൻറ്ററിങ്. അതായത് ഗ്രൗണ്ട് സ്റ്റേഷൻ പോയിൻറ്റിൻ്റെ എക്സാക്റ്റ് ഓവറിലല്ല തിയോഡലൈറ്റ് എങ്കിൽ അതിന് ഇന്നാക്കുറേറ്റ് സെൻറ്ററിങ് എന്ന് പറയുന്നു. ഈ തെറ്റ് എറർ ഇൻ ഹൊറിസോണ്ടൽ ആംഗിൾ മെഷർ ചെയ്യുമ്പോൾ തെറ്റ് സംഭവിക്കുന്നതിന് കാരണമാക്കുന്നു. ഇന്നാക്കുറേറ്റ് സെൻറ്ററിങ് എന്നുള്ള എറർ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഡയറക്ഷന് ഡയറക്ട്ലി പ്രൊപ്പോർഷണലും ലെങ്ത്തിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. ലെങ്ത്തിനെ കാര്യമായി ഈ എറർ ബാധിക്കുന്നില്ല. ഇന്നാക്കുറേറ്റ് സെൻറ്ററിങ് ഒഴിവാക്കുന്നതിന് വേണ്ടി നമുക്ക് കറക്റ്റായ സെൻറ്റർ ഷിഫ്റ്റിംഗ് ഹെഡ് ഉപയോഗിച്ചും പ്ലംബോബ് ഉപയോഗിച്ചും കറക്റ്റ് സെൻറ്റർ ചെയ്യുക. സെക്കൻഡ്, ഇന്നാക്കുറേറ്റ് ലെവലിങ്ങിൻ്റെ ഇന്നാക്കുറസി നമ്മൾ മെയിനായിട്ട് എഫക്റ്റ് ചെയ്യുന്നത് ലോങ് സൈറ്റിനും അതുപോലെ തന്നെ സ്റ്റീപ്പ് ലൈൻ ഓഫ് സൈറ്റിനുമാണ്. ഇത് എലിമിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഓരോ പോയിൻ്റ് ഒബ്സർവേഷൻ ചെയ്യുന്ന സമയത്തും ബബിൾ ട്യൂബിൽ ബബിൾ സെൻറ്റർ ആണോ എന്ന് നോക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ലെവലിംഗ് സ്ക്രൂ ഉപയോഗിച്ച് അതിനെ ലെവൽ ചെയ്യുക. തേർഡ്, സ്ലിപ്പിംഗ് സ്ക്രൂ. നമ്മൾക്കറിയാം ഓരോ ഒബ്സർവേഷൻ ചെയ്തതിന് ശേഷം അതിൻ്റെ ക്ലാമ്പിംഗ് സ്ക്രൂ കറക്റ്റ് ടൈറ്റൻഡ് പൊസിഷനിൽ വെക്കണം, ഇല്ലെങ്കിൽ നമ്മൾ സ്ലിപ്പ് മൂലം മാറാൻ സാധ്യതയുണ്ട്. സോ സ്ലിപ്പ് ഒഴിവാക്കുന്നതിന് വേണ്ടി ഓരോ ക്ലാമ്പിംഗ് സ്ക്രൂവും നമ്മൾ ബൈസെക്റ്റ് ചെയ്തതിന് ശേഷമോ ആംഗിൾ മെഷർ ചെയ്തതിന് ശേഷമോ കറക്റ്റായി ടൈറ്റൻഡ് പൊസിഷനിൽ കീപ്പ് ചെയ്യുക. ദെൻ ഫോർത്ത് വൺ, ഇംപ്രോപ്പർ യൂസ് ഓഫ് സ്ക്രൂ ആൻഡ് ടാൻജൻറ്റ്. മെയിനായി തിയോഡലൈറ്റിൽ 3 സ്ക്രൂവും 3 ടാൻജൻറ്റ് സ്ക്രൂ ആണ് യൂസ് ചെയ്യുന്നത്. ലോവർ ക്ലാമ്പിംഗ് സ്ക്രൂ, അപ്പർ ക്ലാമ്പിംഗ് സ്ക്രൂ, ലോവർ ടാൻജൻറ്റ് സ്ക്രൂ, അപ്പർ ടാൻജൻറ്റ് സ്ക്രൂ, വെർട്ടിക്കൽ ക്ലാമ്പിംഗ് സ്ക്രൂ ആൻഡ് ഇറ്റ്സ് ടാൻജൻറ്റ്.
അപ്പോൾ അതിന് മെയിനായി അതിൽ വ്യത്യാസം വരാനുള്ള അല്ലെങ്കിൽ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് തെറ്റ് ചെയ്യാനുള്ള കാരണം ഹൊറിസോണ്ടലായിട്ടുള്ള 2 സ്ക്രൂകളാണ്. അപ്പർ ക്ലാമ്പിംഗ് സ്ക്രൂവും അപ്പർ ടാൻജൻറ്റ് സ്ക്രൂവും, അതുപോലെ തന്നെ ലോവർ ക്ലാമ്പിംഗ് സ്ക്രൂവും ലോവർ ടാൻജൻറ്റ് സ്ക്രൂവും. സോ അപ്പർ ക്ലാമ്പിംഗ് സ്ക്രൂ ടൈറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ തന്നെ ടാൻജൻറ്റ് ആണ് യൂസ് ചെയ്യുന്നത് എന്ന് ഉറപ്പ് വരുത്തണം. അങ്ങനെയുള്ള തെറ്റുകൾ ഒഴിവാക്കണം. അതിനാണ് ഇംപ്രോപ്പർ യൂസ് ഓഫ് സ്ക്രൂ ആൻഡ് ടാൻജൻറ്റ് എന്ന് പറയുന്നത്. പാരലാക്സ് മെയിനായിട്ട് ഉണ്ടാകുന്നത് നമ്മൾ കറക്റ്റായി ഒരു ഒബ്ജക്റ്റിനെ ഫോക്കസ് ചെയ്ത് വെക്കാതിരിക്കുമ്പോഴാണ്. ഇത് ലെവലിംഗ് ഉണ്ടാകുന്ന അതേ എറർ തന്നെയാണ് പാരലാക്സ് എറർ. അത് എലിമിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ കറക്റ്റായി ഐ പീസ് കൊണ്ടും പിന്നെ ഫോക്കസിങ് സ്ക്രൂ ഉപയോഗിച്ചിട്ട് ഒരു ഒബ്ജക്റ്റിനെ ഷാർപ്പായി ബൈസെക്റ്റ് ചെയ്ത് വെക്കുക. ദെൻ ലാസ്റ്റ് വൺ, ഇനാക്യുറേറ്റ് ബൈസെക്ഷൻ ഓഫ് എ പോയിന്റ് സൈറ്റഡ് ആൻഡ് നോൺ വെർട്ടിക്കാലിറ്റി ഓഫ് എ റേഞ്ചിങ് റോഡ്. ഒരു ഒബ്ജക്റ്റിനെ കറക്റ്റായി ബൈസെക്റ്റ് ചെയ്യുക, അതായത് ഒരു റേഞ്ചിങ് റോഡാണ് അതിൻ്റെ സെൻറ്ററിനെ കറക്റ്റായി ബൈസെക്റ്റ് ചെയ്യുക. അത് നോൺ വെർട്ടിക്കാലിറ്റി ഓഫ് റേഞ്ചിങ് റോഡ്. അതുപോലെ തന്നെ ഒരു സ്റ്റേഷൻ പോയിന്റിൽ കറക്റ്റായി പെർപെൻഡിക്കുലർ ആയി തന്നെ റേഞ്ചിങ് റോഡ് ഫിക്സ് ചെയ്ത് അതിൻ്റെ മിഡിൽ പോയിന്റ് തന്നെ ബൈസെക്റ്റ് ചെയ്യുക. ഇതൊക്കെ ഒരു പേഴ്സണൽ കെയർലെസ്നെസ് കൊണ്ട് ഉണ്ടാക്കുന്ന എററുകളാണ്. ഇത് നമ്മൾ പേഴ്സണലി ചെയ്യുമ്പോൾ കെയറോട് കൂടി ചെയ്യുക. ആൻഡ് അത് മറ്റ് എററുകളിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രിപ്പോഡിൻ്റെ കറക്റ്റായിട്ടുള്ള ഫിക്സ്, ഇതൊക്കെ ശ്രദ്ധിക്കണം. ഇതിനെയാണ് ഒബ്സർവേഷണൽ ഓർ പേഴ്സണൽ എറർ എന്ന് പറയുന്നത്. തേർഡ് വൺ, നാച്ചുറൽ എറർ. നാച്ചുറൽ എററിൽ ഫസ്റ്റ് വൺ ആണ് ടെമ്പറേച്ചർ എറർ. ടെമ്പറേച്ചർ എറർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെവി സൺഷൈനുള്ള ദിവസങ്ങളിൽ നമ്മൾ ഇൻസ്ട്രുമെൻറ്റ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ബബിൾ ട്യൂബിൻ്റെ അകത്തുള്ള ലിക്വിഡ് ഹീറ്റഡ് ആവാനും അതുപോലെ തന്നെ ബബിൾ ട്യൂബിൻ്റെ കറക്റ്റ് മൂവ്മെൻറ്റിനെ അത് എഫക്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. അതുപോലെ തന്നെയാണ് നമ്മൾ ഹെവി സൺഷൈൻ ആകുന്ന സമയത്ത് സൺഷൈൻ കണ്ണിലടിച്ചിട്ട് നമ്മൾ റീഡ് ചെയ്യുന്ന വാല്യൂ തെറ്റാവാൻ സാധ്യതയുണ്ട്. ഇതിനാണ് ടെമ്പറേച്ചർ എഫക്റ്റ് എന്ന് പറയുന്നത്. ഇത് എലിമിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടി യൂസ് സർവേയേഴ്സ് അംബ്രല ഓർ ഷെൽട്ടർ ദി ഇൻസ്ട്രുമെൻറ്റ് പ്രോപ്പർലി. ഒന്നുമില്ലെങ്കിൽ സർവേയേഴ്സ് അംബ്രല യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റിനെ പ്രോപ്പറായി ഷെൽട്ടർ ചെയ്യുക. സെക്കൻഡ്, വിൻഡ് എഫക്റ്റ്. ഹെവി വിൻഡ് നമ്മുടെ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഡിഫറെൻറ്റ് പാർട്സിനെ വൈബ്രേറ്റ് ചെയ്യുന്നതിന് കാരണമാക്കുന്നു. ഇത് എലിമിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടി സസ്പെൻഡ് ദ വർക്ക് ഡ്യൂറിങ് ദി സ്ട്രോങ് വിൻഡ് പീരീഡ് ഓർ ഷെൽട്ടർ ദി ഇൻസ്ട്രുമെൻറ്റ്. ഇൻസ്ട്രുമെൻറ്റ് സ്ട്രോങ് വിൻഡ് പീരീഡിൽ യൂസ് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ ലൈറ്റ് വിൻഡ് ആണെങ്കിൽ അതിനെ ഷെൽട്ടർ ചെയ്യുക പ്രോപ്പറായിട്ട്. ദെൻ റിഫ്രാക്ഷൻ എഫക്റ്റ് നമ്മൾ ലെവലിങ്ങിൽ പഠിച്ചതാണ്. റിഫ്രാക്ഷൻ എഫക്റ്റ് ഉണ്ടാവാം. ദെൻ ലാസ്റ്റ് വൺ, അൺഈക്വൽ സെറ്റിൽമെൻറ്റ് ഓഫ് ട്രൈപ്പോഡിൻ്റെ അൺഈക്വൽ സെറ്റിൽമെൻറ്റ്. നമ്മളിപ്പോൾ ലൂസ് സോയിലാണ് ഒരു ട്രിപ്പോഡ് ഫിക്സ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഒബ്സർവേഷൻ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇത് താഴേക്ക് പോവാം. അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടി ഒരു ഫേം സോയിലിൽ ഫിക്സ് ചെയ്യുക. ഇനി അഥവാ ലൂസ് സോയിലാണെങ്കിൽ കറക്റ്റായി ലെഗ് പ്രോപ്പറായി പ്രസ് ചെയ്ത് അമർത്തി വെക്കുക. അല്ലെങ്കിൽ ട്രയാങ്കുലർ ഫ്രെയിം ഉണ്ട്, ട്രയാങ്കുലർ ഫ്രെയിമിൻ്റെ അകത്ത് ട്രൈപ്പോഡ് വെച്ച് ഫിക്സ് ചെയ്യുക. അല്ലെങ്കിൽ ഡ്രൈവിംഗ് സ്റ്റേക്ക്, സോഫ്റ്റ് ഗ്രൗണ്ടാണ് ഡ്രൈവിംഗ് സ്റ്റേക്ക് ഉപയോഗിക്കുക. ഈ മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ ആ ട്രൈപ്പോഡിൻ്റെ അൺഈക്വൽ സെറ്റിൽമെൻറ്റ് ഒഴിവാക്കുക. ഈ സ്ലൈഡിൽ നമ്മൾ 2 പോർഷനാണ് നോക്കിയിരിക്കുന്നത്. ഫസ്റ്റ് പോർഷനിൽ ട്രാവേഴ്സിങ്ങിൻ്റെ ചെക്കിങ്ങും സെക്കൻഡ് പോർഷനിൽ സോഴ്സ് ഓഫ് എറർ ഇൻ തിയോളൈറ്റ് ട്രാവേഴ്സിങ്ങും. ഫസ്റ്റ് പോർഷനിൽ ക്ലോസ്ഡ് ട്രാവേഴ്സിൻ്റെയും ഓപ്പൺ ട്രാവേഴ്സിങ്ങിലെയും ആംഗുലാർ മെഷർമെൻറ്റിൻ്റെയും ലീനിയർ മെഷർമെൻറ്റിൻ്റെയും ചെക്കിംഗ് രീതികൾ. അതിൽ തന്നെ ഓപ്പൺ ട്രാവേഴ്സിങ്ങിൽ ഡയറക്റ്റ് കട്ട് ഓഫ് ലൈൻ ഉപയോഗിച്ചും ക്ലോസ്ഡ് ട്രാവേഴ്സിൽ ഇൻക്ലൂഡഡ് ആംഗിൾ മെത്തേഡ്, ഡിഫ്ലക്ഷൻ ആംഗിൾ മെത്തേഡ്, അതുപോലെ തന്നെ ബിയറിങ്ങിൻ്റെ ചെക്കിംഗ് രീതികൾ ഡിസ്കസ് ചെയ്തു. സെക്കൻഡ് പോർഷനിൽ സോഴ്സ് ഓഫ് എറർ ഇൻ തിയോളൈറ്റ് ട്രാവേഴ്സിങ്ങിലും ടോട്ടൽ തിയോളൈറ്റ് ട്രാവേഴ്സിൻ്റെ എററിനെ 3ആയി ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട്. ഇൻസ്ട്രുമെൻ്റൽ എറർ, പേഴ്സണൽ എറർ ആൻഡ് നാച്ചുറൽ എറർ. നെക്സ്റ്റ് സ്ലൈഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ട്രാവേഴ്സ് കമ്പ്യൂട്ടേഷനാണ്. എൻ്റയർ തിയോളൈറ്റിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് ട്രാവേഴ്സ് കമ്പ്യൂട്ടേഷൻ. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.